പണ്ട് ഇന്നസെൻ്റ് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ എന്തും പറയാനുള്ള ലൈസൻസ് ഉള്ളത് 2 പേർക്കാണ്. ഒന്ന് ഇന്നസെൻറ്റിന്, രണ്ടാമത്തേത് EK നായനാർക്ക്. EK നായനാർ പണ്ട് ഈ പീഡനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിൽ ചായ കുടിക്കുന്നത് പോലെയാണ്, അവിടെ ഇങ്ങനെ മണിക്കൂർ സമയം കൊണ്ട് ഇങ്ങനെ പീഡനങ്ങൾ, ചായ കുടിക്കുന്ന പോലെയാണ് പീഡനം എന്നൊക്കെ പറഞ്ഞു. അത് അദ്ദേഹം ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം വന്നപ്പോൾ പത്രക്കാരെല്ലാം കൂടെ പുള്ളി വിദേശത്ത് വന്നപ്പം ചോദിച്ചതാണ്. അന്നേരം പുള്ളി വളരെ നിസ്സാരമായിട്ട് ഇങ്ങനെ സംസാരിച്ചു, ഇത് വലിയ കാര്യമൊന്നും ആക്കുന്നില്ല, അമേരിക്കയിൽ ഇതൊക്കെ ചായ കുടിക്കുന്നത് പോലെയേ ഉള്ളൂ. പക്ഷേ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ രാജിവെക്കേണ്ടി വരും. ഇന്നസെന്റ് പറഞ്ഞു എനിക്കും എന്ത് പറയാം, നയനാർക്കും എന്തും പറയാം. അത് ഞാനതിനോട് അംഗീകരിക്കുന്നില്ല. ഇന്നസെന്റിന് എന്തും പറയാനുള്ള അധികാരമൊന്നുമില്ല. ഇന്നസെന്റിന്റെ പറച്ചിലിന് ചിലർക്കെങ്കിലും എതിരഭിപ്രായം കാണും. പക്ഷെ നയനാർ ഒരു കാര്യം പറഞ്ഞാൽ, അദ്ദേഹം ഒരു നർമ്മൻ പറഞ്ഞാൽ ആ നർമ്മം എല്ലാവരും ഉൾക്കൊള്ളുമായിരുന്നു. അത്രയ്ക്ക് ജനകീയനായിരുന്നു. അതിന് ഒരു പാർട്ടിയും ഇല്ല. BJP കാരനും ഉൾക്കൊള്ളും, കോൺഗ്രസ്സുകാരനും ഉൾക്കൊള്ളും, CPM കാരനും ഉൾക്കൊള്ളും. അതാണ് EK നായനാർ എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹത്തിന്റെ നർമ്മം എല്ലാവരും ഉണ്ട്. ഇപ്പം ജോണ് ഒരു തമാശ പറഞ്ഞാൽ എനിക്കത് കേൾക്കുമ്പോൾ ഒരു സുഖം വരണമെങ്കിൽ തമാശയ്ക്കപ്പുറം ജോണിനോട് എനിക്കൊരു ഇഷ്ടം വേണം. നയനാറിനോട് ജനത്തിന് അങ്ങനത്തെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ആ ഇഷ്ടം കൊണ്ടാണ് അദ്ദേഹം എന്ത് പറഞ്ഞാലും അത് അത്രയ്ക്കേ ഉള്ളൂ, അദ്ദേഹം പറഞ്ഞോട്ടെ, അത് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് പോയത്. ഇന്ന് അദ്ദേഹം മരിച്ചിട്ട് 2 പതിറ്റാണ്ടായി. നമ്മൾ ആഗ്രഹിക്കുന്നു അത്തരത്തിലൊരു നേതാവ് ഇന്ന് നമുക്കുണ്ടായിരുന്നെങ്കിലും. അങ്ങനെ പല നേതാക്കന്മാരെ കുറിച്ചും ജോൺ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം ഉമ്മൻചാണ്ടിയെ പറ്റി ആഗ്രഹിക്കാറുണ്ട്, വേറെ ചില തലത്തിൽ. നയനാരെ പറ്റി നമുക്ക് പാർട്ടിക്കപ്പുറമാണ്. ഏത് പാർട്ടിയാണെങ്കിലും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മളെ സേവിക്കാനല്ല, നമ്മുടെ കൂടെ ഉണ്ടാവാൻ ഇത്തരം ആൾക്കാർ ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞു? നയനാരുടെ ഒരു വലിയ പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെ തമാശ പറയാം. അത് കണ്ണൂരിൻ്റെ ഗ്രാമ്യ ഭാഷയാണ് അദ്ദേഹം എല്ലായിടത്തും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കേൾക്കാൻ, അപ്പോൾ ഇത് കൊല്ലത്ത് വന്ന് പ്രസംഗിച്ചാലും തിരുവനന്തപുരത്ത് വന്ന് ഈ ഭാഷ പറഞ്ഞാലും ആളുകൾ അത് രസിച്ചിരിക്കും. അപ്പോൾ ഇത്രമാത്രം ജനങ്ങളെ, അത് മാത്രമല്ല ഒരു കെട്ട് പത്രക്കെട്ടുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. ഈ പത്രക്കെട്ടുമായിട്ട് വന്നിട്ട് പത്ര കട്ടിങ്സ് ഉണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് ജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയാണ്. ചോദ്യങ്ങൾ അവരോട് ചോദിക്കുന്നു, അവർ മറുപടി പറയുന്നു. ഒരുപാട് ജനം അദ്ദേഹത്തെ, ഇത്രയും ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു നേതാവ് വേറെ ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, ശരി തന്നെ. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞല്ലേ, ജോൺ ഈ കാര്യം പറഞ്ഞപ്പം എനിക്ക് നയനാരെ പറ്റി അറിയാവുന്ന അദ്ദേഹത്തിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇദ്ദേഹം വരുന്നിടത്ത് ഭയങ്കര ജനക്കൂട്ടമാണ്. ആവേശത്തിലാണ് ആൾക്കാർ വരുന്നത്. കാരണം തൊഴിലാളികളൊക്കെ എന്ന് പറഞ്ഞാൽ അത് എന്തും കളഞ്ഞു. അന്നത്തെ ജോലിയൊന്നും അവർക്ക് ഉണ്ടെങ്കിൽ ആ സമയത്താണെങ്കിൽ പോലും അവർക്ക് പട്ടിണിയുടെ കാലമാണ്. ഇപ്പോഴത്തെ ഇന്നൊരു ദിവസം ജോലി ഒക്കെ കളയാൻ പറ്റുന്ന രീതിയിലുള്ള തൊഴിലാളികൾ ഉണ്ട്. പണ്ടൊരു ദിവസം ജോലി കളഞ്ഞാൽ അത് അവർക്ക് ജോലി വളരെ കുറവാണ്. ഒരു ദിവസം പക്ഷെ അതൊന്നും നയനാർ വരുന്നിടത്ത് വിഷയമല്ലായിരുന്നു. നയനാർ വരുമ്പോൾ അദ്ദേഹം വന്നിരിക്കുന്നിടത്ത് ഫ്രണ്ടിൽ കയറിയിരിക്കും. ഒരു സാധാരണ ഈ നയനാർ വരുമ്പം 10,000 ആൾക്കാർ വരും. അപ്പം നമുക്കറിയാമല്ലോ, നമ്മുടെ പാർട്ടി ഏത് പാർട്ടിയുടെ ആണെങ്കിലും ഈ ലോക്കൽ നേതാക്കന്മാരുണ്ട്. ഇവരൊന്നും വിളിച്ചാൽ ആരും കൂടത്തില്ല. അപ്പോൾ അവർക്ക് ഈ ജനത്തിനെ കാണുമ്പോൾ ഇദ്ദേഹത്തിന്റെ ആ സംസാരവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ ഒന്ന് പഠിച്ചാലും ഇത് നാട്ടുകാരെ കേൾപ്പിച്ചാലും എന്നൊക്കെ ഉള്ളൊരു തോന്നൽ. അപ്പം നയനാർ ഒന്ന് എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയാണോ പാർട്ടി സെക്രട്ടറിയാണ്, എന്തായാലും ആരായാലും നയനാർക്ക് ഒരു അംഗീകാരമുണ്ട്. നയനാർ വന്നു സ്റ്റേജിൽ കയറി ഇരുന്നു. അപ്പോഴത്തേന് ഈ പാർട്ടിയുടെ അധ്യക്ഷ പ്രസംഗം നടത്തുന്നില്ല. പുള്ളി അങ്ങ് ജനമൊക്കെ ഇരിക്കുക. അവര് നയനാരുടെ പ്രസംഗം കേൾക്കാനിരിക്കുകയാണ്. പക്ഷെ ഇനീറ്റ് പോകാനൊക്കത്തില്ല, ഇദ്ദേഹം സംസാരിക്കില്ല. 1 മണിക്കൂർ അങ്ങ് സംസാരിച്ചു കഴിഞ്ഞപ്പം നയനാരെ വിളിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് പറയേണ്ടതല്ല ഓൺ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് നിർത്തുന്നു. ഈ സ്റ്റേജിൽ നീ നേതാവിന് പിന്നെ പുറകെ കൊണ്ട് രക്ഷപ്പെടാനേ സാധിച്ചുള്ളൂ. കാരണം നയനാർ ഒരു പണിയാ കൊടുത്തു. കാരണം അദ്ദേഹത്തിന് സമയമില്ലാത്ത സമയമാണ്. അപ്പൊ ഇത് കേട്ട പുള്ളിക്ക് സൂചിച്ചില്ല. അപ്പൊ പറഞ്ഞു, എനിക്ക് പറയേണ്ടതല്ല ഓൺ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തൽക്കാലം നിർത്തുന്നു. നയനാർ പണ്ട് ഏഷ്യാനെറ്റില് മുഖ്യമന്ത്രിയായിട്ടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ഫോൺ-ഇൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. വളരെ രസകരമായിട്ട് ഉള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് മറ്റേ ഓന്റെ ആളാന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം പറയും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇതൊക്കെ ഇപ്പൊ യൂട്യൂബിൽ ഓടുന്നുണ്ട്. വത്സരാജ് എന്നോ മറ്റോ പറയുന്ന ഒരാള് കാസർഗോഡ് ആ പ്രദേശത്ത് നിന്ന് വിളിക്കുകയാണ്, അവിടെ ലൈറ്റ് കത്തുന്നില്ല, സന്ധ്യയായ ലൈറ്റ് കത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പക്ഷെ നയനാർ കൃത്യമായി ചോദിക്കുന്നുണ്ട് അതെവിടെയാണ്. അപ്പോൾ പുള്ളി ഒരു സ്ഥലം പറയുന്നു, അവിടെയൊക്കെ അങ്ങനെ പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയെ പിടിക്കുകയാണ്. അപ്പോൾ അവസാനം ഇത് കട്ട് ചെയ്തിട്ട് പുള്ളി വന്നു, ഓ മറ്റേ പാർട്ടിയാ എന്ന് പറഞ്ഞ് പരിഹാരം ഉണ്ടാകുന്നുണ്ട്. അത് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജോണ് ആ രാഷ്ട്രീയക്കാരന്റെ അദ്ദേഹത്തിന്റെ ആ വീക്ഷണം ഇന്ത്യയിൽ ഉടനീളം ആ പറയുന്ന പ്രദേശം വരെ അദ്ദേഹത്തിന് ഓരോ മൈൽക്കുറ്റി അറിയാം. അങ്ങനെ ആ രാഷ്ട്രീയക്കാരൻ ഉണ്ടായത്. ആ രാഷ്ട്രീയക്കാരനെ ഈ രാഷ്ട്രം നയിക്കാനൊക്കത്തുള്ളൂ. നിങ്ങൾ എവിടെ നിന്ന് വിളിക്കുവാണെന്ന് ചോദിക്കുമ്പോൾ ആ പ്രദേശം പറയുമ്പോൾ ആ പ്രദേശത്തിന്റെ മുക്കിനും മൂലയ്ക്കും ഇന്നടത്ത് എന്താ ലൈറ്റ് ഇല്ലാതെ വരാൻ സാധ്യതയില്ലല്ലോ, അല്ലെങ്കിൽ ഇന്നടത്ത് ലൈറ്റ് ഉണ്ടല്ലോ, അവിടെ കുളമുണ്ടല്ലോ എന്നൊക്കെ പറയണമെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരന് ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർക്ക് എന്തുവാ
ഇപ്പൊ വാട്സപ്പ് രാഷ്ട്രീയം അല്ലെങ്കിൽ ആരുടെങ്കിലും പുറകെ നടന്നുണ്ടായ രാഷ്ട്രീയമൊക്കെ ആണല്ലോ. നമുക്ക് ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന്റെ ആരുടെ വ്യക്തിയാണ് യൂത്ത് കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ KSUവിന്റെ ഒക്കെ നേതാക്കന്മാര് സ്കൂളിൽ കോളേജിലും പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു യോധിയും താഴെയും തട്ടി ചെയ്തു വന്നിട്ടുള്ളവരൊന്നും ഇല്ല. പഠിച്ചാൽ മതി. അപ്പം അവരൊക്കെ ഈ എന്തുകൊണ്ട് ജനം ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അംഗീകരിക്കുന്നു എന്നുള്ളതെന്ന് പറഞ്ഞാൽ ജനത്തിന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ്. ജനത്തിന് ബോധ്യം, ജനത്തിനെല്ലാം ബോധ്യ അത് മനസ്സിലാക്കും. ജനത്തിന് ബോധ്യം വരുന്നത് പോലെ നമുക്ക് അവര് നമ്മൾ വിചാരിക്കും അവർ മണ്ടന്മാർ, പക്ഷെ അവരുടെ തിരിച്ചറിവ് ഭയങ്കരമാണ്. അത് അറിയാവുന്ന രാഷ്ട്രീയക്കാരനാണ് ഇന്നും ജനത്തിന്റെ ഇടയിൽ നിൽക്കുന്നത്. ഈ കോൺഗ്രസിലൂടെയാണ് ഇദ്ദേഹം സ്വാതന്ത്ര്യ സമരകാലത്ത് രാഷ്ട്രീയത്തിൽ വരുന്നത്. വന്നിട്ട് ഇദ്ദേഹം പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകർഷണമാകുന്നു. അദ്ദേഹം കയ്യൂർ സമരത്തിൽ പ്രതിയേർക്കപ്പെട്ടു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാണ്. അവിടുന്ന് അദ്ദേഹം ഒളിവിൽ പോയത് കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെടുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം രക്ഷപ്പെടത്തില്ല, അദ്ദേഹത്തിനെ തൂക്കിക്കൊന്നേനെ. പിന്നീട് അദ്ദേഹം പടിപടിയായി വരുന്നു. പാർട്ടി സെക്രട്ടറി ആകുന്നു, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആകുന്നു. പിന്നീട് പാർട്ടിയുടെ സെക്രട്ടറി 2 തവണയാകുന്നു. നമുക്കറിയാവുന്ന പോലെ മുഖ്യമന്ത്രിയാകുന്നു. ആദ്യത്തെ തവണ മുഖ്യമന്ത്രി ആകുമ്പോൾ ഇദ്ദേഹം അന്ന് AK ആന്റണി ഇന്ദിരാഗാന്ധിയുമായി പിണങ്ങിയിട്ട് കോൺഗ്രസ് യു ഉണ്ടാക്കിയിട്ട് ഇത് ഇടതുപക്ഷത്തിൻ്റെ കൂടെ സഖ്യം ഉണ്ടാക്കി മത്സരിക്കുകയാണ്. KM മാണിയും അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. പക്ഷേ വളരെ ചുരുക്കം സമയമേ ആ മന്ത്രിസഭ ഉണ്ടായിരുന്നുള്ളൂ. 1 വർഷം മറ്റേ ഉണ്ടായിരുന്നുള്ളൂ. AK ആന്റണി ആ പാർട്ടി അന്ന് ഉണ്ട്, ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇടതുപക്ഷ മന്ത്രിസഭയിലുണ്ട്. മുഖ്യമന്ത്രി ആകുന്നത് EK നായനാരാണ്. പിന്നീട് നമുക്കറിയാവുന്ന പോലെ 87 മുതൽ 91 വരെ മുഖ്യമന്ത്രിയാകുന്നു. 91 ജില്ലാ കൗൺസിലിൽ ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കിയപ്പോൾ 1 വർഷം ബാക്കിയുള്ളപ്പോൾ ഭരണം പിടിക്കാൻ തിരിച്ചു കിട്ടിയില്ല. അന്ന് രാജീവ് ഗാന്ധിയുടെ മരണത്തിന്റെ സഹതാപ തരംഗമാണ് ഒരു കാരണമായിട്ട് പറയുന്നത്. അതിനുശേഷം 96 വീണ്ടും അദ്ദേഹം അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രിയാകുകയാണ്. അദ്ദേഹം മത്സരിക്കാതെ ഇദ്ദേഹത്തിനെ അന്നത്തെ ചില നയനാര് മുഖ്യമന്ത്രി VS മുഖ്യമന്ത്രി. അപ്പൊ എനിക്കത് പറയുമ്പോ ഞാനൊരു കാര്യം പറയാം. എനിക്കന്ന് ഓർമ്മയുണ്ട്, ഈ നമ്മുടെ മനോരമയുടെ ഒരു എഴുത്തുമൊക്കെ ഉണ്ടല്ലോ. മനോരമ VSന്റെ ജാതകം പരിശോധിച്ചു. ഫീച്ചർ വാർത്ത VSന്റെ ജാതകം പരിശോധിക്കുമ്പോൾ VSന് ഒരിക്കലും ഇതുപോലുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കാൻ ജാതകത്തിൽ പറയുന്നില്ല. അപ്പൊ ശരിയാ, VS ജയിക്കുമ്പോൾ പാർട്ടി തോക്കും, VS ജയിക്കും. അപ്പൊ ഇത്രയും കാലം കൊണ്ട് VS പ്രതിപക്ഷ നേതാവായി, മറ്റു പാർട്ടി സെക്രട്ടറി, അതുപോലുള്ള പദവികളെ വഹിക്കാൻ സാധിച്ചു. ഭരണഘടനാ പദവി വഹിക്കാൻ അദ്ദേഹത്തിന് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ജാതകമൊക്കെ പരിശോധിച്ചിട്ട് ഈ മനോരമ ഒരു വലിയ ഫീച്ചർ പറഞ്ഞിട്ട് വലിയ ഫീച്ചർ ഇതായിട്ടാണ് ഒരിക്കലും മുഖ്യമന്ത്രി ആവത്തില്ല എന്ന് മനോരമ എങ്ങനെ സ്ഥാപിച്ചു. പക്ഷെ VS തീരുമാനിച്ചിരുന്നു VS കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവുന്നു, VS ആയി. 96 അത് ചരിത്രമാണ്. കാരണം VS തോക്കുന്നു. അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പാർട്ടിയുടെ ചരിത്രത്തിൽ എനിക്കൊന്ന് വലിയ അനിശ്ചിതത്വം ഉണ്ടായി എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണ് സുശീല ഗോപാലിനെ വോട്ടിട്ട് തോൽപ്പിക്കുകയാണ്. അത് വലിയ കഥയാണ്, നമ്മൾ അതിലേക്ക് പോകണ്ട. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരുന്നു. തലശ്ശേരി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചൊക്കെയാണ് ഇദ്ദേഹം ജയിക്കുന്നത്. അപ്പൊ അന്ന് EMS ഒക്കെ ഇദ്ദേഹത്തിനെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരികയാണ്. ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്നൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് CPM-നെ സംബന്ധിച്ച് മറ്റൊരു മുഖം ഇല്ല. CPM-നെ സംബന്ധിച്ച് മറ്റൊരു മുഖം കാണുമ്പോൾ VS-ന് ആഗ്രഹം കാണും. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പക്ഷേ ഈ നയനാര് മുഖ്യമന്ത്രി ആവുമെന്ന് വരുമ്പോഴത്തേന് സാധാരണ ആയിട്ടുള്ള CPM-നും ഇടതുപക്ഷക്കാരനും മറ്റു പാർട്ടിക്കാർക്കും ഒക്കെ ഒരു സന്തോഷമാണ്. കാരണം ഏതാണ്ട് വലിയ പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും നയനാര് മുഖ്യമന്ത്രി ആവുമെന്ന് പറയുമ്പോൾ അതൃപ്തിയൊന്നുമില്ല, വലിയൊരു സന്തോഷം. കാരണം ഈ അദ്ദേഹത്തിന്റെ മുഖം എല്ലാവർക്കും സന്തോഷം കൊടുക്കും. പോസിറ്റീവ് എനർജി ഉള്ള ഒരു മുഖം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഒരു ചിരി ഇത്ര കൊല്ലമായി മരിച്ചിട്ട് ആ ചിരി ഇപ്പോഴും ജോണിന്റെ മനയുടെ മുഖം ഓർക്കുമ്പം ആ പല്ലിന്റെ ഇടയിലുള്ള ആ വിടവും വെച്ചുള്ള ഒരു ചിരി, ആ ഫയലും പിടിച്ചുള്ള ഒരു നടത്താം, അത് നമുക്ക് ഓടി നമ്മളിലേക്ക് വരും. അപ്പൊ അതായിരുന്നു നയനാർ. കേരളത്തിൽ നയനാർക്ക് അത്രത്തോളം എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനം ഉണ്ടായിരുന്നു. ഇത് കുഞ്ഞുങ്ങളുടെ മനസ്സിലായാലും എത്ര പ്രായമുള്ളവരുടെ മനസ്സിലായാലും ഇപ്പോഴും പല വീടുകളിലും ചെല്ലുമ്പോൾ നമ്മൾ നയനാരുടെ ഫോട്ടോ ഒരു കാരണമില്ല വെച്ചിട്ടുണ്ട്. പാർട്ടിക്കാരനല്ലാത്തവരുടെ വീട്ടിൽ പോലും വെച്ചിട്ടുണ്ട്. അദ്ദേഹം 67 പാലക്കാട് MP ആയിരുന്നു. പിന്നീട് 71 കേരളം കണ്ട ഏറ്റവും വലിയ അട്ടിമറിക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. 71 കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഇപ്പോഴത്തെ മന്ത്രി, ഇദ്ദേഹത്തിന് വലിയ നേതാവ്, അദ്ദേഹത്തിന് 71
തോൽപ്പിക്കുകയാണ്. അന്ന് പത്രങ്ങളൊക്കെ എഴുതി കാസർഗോഡ് കാസർഗോഡ് ഒന്ന് പത്രങ്ങളൊക്കെ എഴുതി നയനാർ എന്ന് പറഞ്ഞാൽ നയനാരെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. അതുപോലെ വാർത്താ പ്രാധാന്യം കിട്ടി. ഇപ്പൊ നമ്മുടെ രാഹുൽ ഗാന്ധി മോദിയുമായിട്ട് സംവാദത്തിന് നടക്കുന്നതല്ലേ, ഈ രാഹുൽ ഗാന്ധി മോദിയുമായിട്ട് സംവാദത്തിന് നടത്തുന്ന പറഞ്ഞാൽ ഈ സംവാദത്തിന് വേണ്ടിയൊന്നുമല്ല, ഈ രാഹുൽ ഗാന്ധിയുടെ റേറ്റ് അങ്ങ് മേടിപ്പോ മോദിയുടെ കൂടെ ആയിപ്പോകും. കാരണം ദേശീയ മാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ അതുപോലെ ഇദ്ദേഹത്തിന്റെ ജയം, അദ്ദേഹത്തിന്റെ ഗ്രാഫം വലുതാക്കി. അന്നത്തെ പത്രങ്ങളൊക്കെ നാളത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ നാളത്തെ നയിക്കുന്ന നേതാവ് ഈ രാമേന്ദ്രൻ കടന്നപ്പള്ളി എന്ന് പറഞ്ഞൊക്കെ എഴുതി. പക്ഷെ പിന്നെ ശരിക്കും പറഞ്ഞാൽ പിണറായി സഖാവിന്റെ കനിവ് കൊണ്ട് 2 തവണ മന്ത്രിയായി. അപ്പോൾ നല്ല മനുഷ്യനാണ് കേട്ടോ. ഈ പറയുന്നവരെ ആരെയും പറ്റിക്കാനും ഒന്നിനും കൊള്ളത്തില്ല, ഭരിക്കാനും കൊള്ളത്തില്ല. അതായത് 1974 ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇരിക്കൂറിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. ഇരിക്കൂർ ഇപ്പോ യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിന്റെ ശക്തമായ അവിടെ ഇടതുപക്ഷത്തിന്റെ ബാലികേറാമലയാണ് ഇരിക്കൂർ. അവിടെ 74 ഉപതെരഞ്ഞെടുപ്പ് ജയിച്ച ആളാണ്. അതുപോലെ ഇദ്ദേഹം പിന്നെ ഈ പോപ്പിനെ കാണാൻ പോയി. ഭയങ്കര ചരിത്ര സംഭവമാണ്. പോപ്പിനെ കാണാൻ പോയപ്പോൾ ഇദ്ദേഹം പോപ്പ് ഒരു കൊന്ത കൊടുത്തു. ഇദ്ദേഹം പോപ്പിന് ഭഗവത്ഗീത. അത് ഇപ്പോഴത്തെ നമ്മുടെ അത് ജോണ ഒരു കാര്യം പറഞ്ഞു ഓർത്തില്ല, വളരെ ഒരു കൃത്യമായ മെസ്സേജാണ്. ഇപ്പം ഭയങ്കര അന്നത്തെ നയനാരോടും അല്ലെങ്കിൽ EMS-നോടും VS അച്യുതാനന്ദനോടും വലിയ കമ്മ്യൂണിസ്റ്റ് ഒന്നും ഇപ്പൊ ഇല്ലല്ലോ. എന്തോ പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇപ്പം നിങ്ങൾ ഒരു ലോക്കൽ നിങ്ങളുടെ പ്രദേശത്തുള്ള ലോക്കൽ സഖാവിൻ്റെ അടുത്തോട്ട് ഗീത കൊണ്ട് വെച്ചാൽ പിന്നെ ഗീത ഇരിക്കുന്ന ഭാഗത്തോട്ട് പുള്ളി നോക്കത്തില്ല. കാരണം പുള്ളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളായതുകൊണ്ട് ഗീത ഇരിക്കുന്നിടത്ത് നോക്കിയാൽ കമ്മ്യൂണിസ്റ്റ് അല്ലാതാവും എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ മതത്തെ പറ്റി ചിന്തിച്ചുള്ള ചിന്ത, അമ്പലത്തിൽ പോയാൽ മോശമാവും എന്നുള്ള ചിന്ത, പള്ളിയിൽ പോകുന്ന അല്ലെങ്കിൽ പള്ളി പറഞ്ഞു അത് പോകുന്ന അത് രീതിയിൽ ഈ രാഷ്ട്രീയത്തിൽ ആ സമയത്താണ് ഭഗവത്ഗീത എന്ന് പറയുന്ന സാധനം കൊണ്ട് ഇവിടെ പോയിട്ട് അദ്ദേഹത്തിന് കൊണ്ടു കൊടുത്തത്. കാരണം എൻ്റെ ഭാരത സംസ്കാരം ഭഗവത്ഗീതക്കകത്ത് വേറെ ഒന്നുമില്ല, കർമ്മയോഗമാണ്. ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ അവൻ്റെ ജീവിതം വിജയമാക്കണമെന്നുള്ള ഉപദേശങ്ങൾ മാത്രമാണ് ഭഗവത്ഗീത. അതായത് കൃഷ്ണൻ പറഞ്ഞതുകൊണ്ട് ഹിന്ദുവിൻ്റെ ആവുന്നത്. ഭഗവത്ഗീത ആർക്കും വായിക്കാം. ഗീതോപദേശം എന്ന് പറഞ്ഞാൽ കർമ്മയോഗം. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിത വിജയത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് കർമ്മയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അവിടെ കൊടുക്കാൻ നയനാരെ പോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കും ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തിനൊക്കെ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത എന്ന് വെച്ചാൽ നമ്മുടെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നതിനകത്തൊരു കാര്യമുണ്ട്. വേറെ ഒരു രീതിയിൽ കാണേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭഗവത്ഗീത വായിക്കാൻ പറ്റത്തില്ല എന്നുള്ള തോന്നൽ ഇവിടുത്തെ അറിവില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വിചാരം മാത്രമാണ്. അല്ലാതെ വായിക്കണമല്ലോ, വായിച്ചെങ്കിൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റത്തുള്ളൂ. ഇത് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുക. 2 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കുക. ഒന്ന്, ബദൽ രേഖ. ഈ ബദൽ രേഖ കൊണ്ടുവന്നത് MV രാഘവനും നയനാരും കൂടാണ് കൊണ്ടുവന്നത്. പക്ഷേ നയനാർ പാർട്ടിയിൽ നിന്നു അദ്ദേഹം ഉന്നത സ്ഥാനങ്ങളിലെത്തി. MV രാഘവൻ പാർട്ടിയിൽ നിന്ന് പുറത്താകേണ്ടി വന്നു. MV രാഘവൻ അന്ന് വലിയ നേതാവാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോലും അദ്ദേഹം ആകാമായിരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നു. എങ്ങനെയാണ് അത് ഇതിനകത്ത് ജോണിന് CPM-നെ പറ്റി വലിയ അറിവില്ലാത്തതുകൊണ്ട് ആ ചോദ്യം ചോദിക്കുന്നത്. ഈ ഏറ്റവും അവസാനം ഈ വിഭാഗീയതയുടെ മൂർച്ഛന്യാവസ്ഥ വന്നപ്പം VS-ന്റെ വിഷയവും പിണറായി സാറിൻ്റെ 2 ഗ്രൂപ്പ് വന്നല്ലോ. അതിനകത്താണെങ്കിൽ VS-ന്റെ ഭാഗത്തുനിന്ന് ഉള്ള ഒരാൾ, പിണറായിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നേതാവ് VS-ന്റെ ഭാഗം നിൽക്കുന്ന ഒരാളുടെ അടുത്ത് വിഭാഗീയതയെ പറ്റി ഫോണിൽ സംസാരിച്ചു. അപ്പോൾ ഫോണിൽ സംസാരിച്ച ആളകത്തും കേട്ട ആൾ പുറത്തും. എന്ന് വെച്ചാൽ ആയ പാർട്ടി അല്ലെങ്കിൽ ആക്കിയ പാർട്ടിയാണ് CPM. ഏതാളുടെ ഭാഗത്താണ് ആള് കൂടുതൽ, കരുത്ത് കൂടുതൽ, ലെനിനിസ്റ്റ് തത്വം മനസ്സിലായില്ലേ? ഒരു കമ്മിറ്റി കൂടിയപ്പോൾ ശരിയോ തെറ്റോന്ന് എനിക്കറിയത്തില്ല. അപ്പം കമ്മിറ്റിക്കകത്ത് ഒരു വനിതാസഭ ഉണ്ടായിരുന്നു. വനിതാസഭ ഗർഭിണിയായി, മനസ്സിലായോ? വനിതാസഭ ഗർഭിണിയായപ്പോൾ കമ്മിറ്റി കൂടി തീരുമാനിച്ചു യഥാർത്ഥത്തിൽ വനിതാസഭ ഗർഭിണിയാണ്. കമ്മിറ്റിക്കകത്ത് ഭൂരിപക്ഷം ആൾക്കാർ കൂടി തീരുമാനിച്ചു വനിതാസഭ ഗർഭിണിയല്ല. അപ്പം കമ്മിറ്റി തീരുമാനമനുസരിച്ച് വനിതാസഭ ഗർഭിണിയല്ല. 10 മാസം കഴിഞ്ഞപ്പോൾ സഖാവ് പ്രസവിച്ചു. അപ്പം അത് പാർട്ടി തീരുമാനത്തിനകത്തുള്ളതല്ലെന്ന് പറയുന്ന കണക്ക് ഈ പറഞ്ഞത് അന്ന് ഈ രാഘവനെ പുറത്താക്കണമെന്ന് CPM തീരുമാനിച്ചു. അത് കാരണങ്ങളുണ്ട്. നയനാരകത്തിരിക്കണമെന്ന് CPM തീരുമാനിച്ചു. അതിനും കാരണങ്ങളുണ്ട്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നയനാരെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് മറക്കാൻ പറ്റുന്നതല്ല. അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഇപ്പോൾ ഈ ജോൺ തിരയുന്നത് പോലെ തിരയാതിരിക്കുന്നതായിരിക്കും ഭംഗി. നമ്മൾക്ക് നയനാരെ പോലുള്ള നേതാക്കന്മാരെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കാര്യം കൂടെ അതിനകത്ത് പറഞ്ഞ് പെട്ടെന്ന് തീർക്കാം. അതായത്
സമർശീശ്വരായിരുന്ന രണ്ടുപേരാണ് EK നായനാരും K കരുണാകരനും. ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ അതെ, തിടം ആ, കയറ്റിയ പറയാതെ പോയാൽ, അത് പറയാതെ പോയാൽ അതെ, ഇത് അതെ, നമ്മുടെ വലിയ- വർത്തമാനം അതെ, അതെ. ഒന്നും അല്ലാതായി പോകും. അതെ, അതെ. പക്ഷെ അതേ സമയത്ത് ഇവർ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. കരുണാകരൻ ആശുപത്രി കിടക്കുമ്പോൾ നയനാരെ ചെന്ന് കാണുന്നു, നയനാരെ കരുണാകരൻ ചെന്ന് കാണുന്നു. അപ്പൊ ഇന്ന് അങ്ങനെ ഒരു വ്യക്തിപരമായ അടുപ്പം രാഷ്ട്രീയത്തിൽ രണ്ട് ഇല്ല. ഐഡിയോളജി ആയിരുന്നു. കടുത്ത അതെ, അതെ, മത്സരം, കടുത്ത വിമർശനം, പിന്നെ വിമർശനം. പക്ഷെ രണ്ടുപേരും കണ്ണൂരുകാരാണ്. കണ്ണൂരുകാർ ഇപ്പോഴത്തെ കൂട്ടുമല്ല, കപടം ഒന്നുമല്ല, ജോലി ചെയ്ത കരുണാകരൻ ജോലി ചെയ്ത് വന്ന ആളാണ്. നയനാരും അതുപോലെ തന്നെ ജോലി ചെയ്ത് തന്നെ. കരുണാനെ ആന്റണിയൊക്കെ ഞാൻ പ്രസംഗം കേട്ടിട്ടുണ്ട്, കൃത്യമായി വിമർശിക്കും. പക്ഷേ ആ വിമർശനവും ഐഡിയോളജിയും ആ പാർട്ടിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ ആ ഐഡിയോളജിയിൽ അനുസരിച്ച് ഒരു ഭരണം കൊണ്ടുവരുന്നതിന് വേണ്ടിയും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വ്യക്തിപരമായിട്ട് യാതൊരു വിധമായ അത് അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ സൗഹൃദമൊന്നുമല്ല. വ്യക്തിപരമായിട്ട് മനസ്സിനകത്ത് യാതൊരു വെറുപ്പും ഇല്ലാതെ പരസ്പരം സ്നേഹിച്ചാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. അവർ തന്നെ കാണുമ്പോഴും അല്ലെങ്കിൽ ഇടപെടലിനകത്തും പാർട്ടി എന്ന് പറയുമ്പോൾ രണ്ട് നിലപാടുകൾക്ക് യാതൊരു വ്യത്യാസം വരത്തില്ല. സൗഹൃദം പാർട്ടിയുടെ നിലപാടിനകത്ത് വെള്ളം ചേർക്കുന്ന ഒരു സമീപനം ഉണ്ടായിട്ടില്ല. പക്ഷേ അവരുടെ ഈ ബന്ധത്തിനകത്തും യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇതൊക്കെ എടുത്തു കാണിച്ചുകൊണ്ട് ഇന്നത്തെ നേതാക്കന്മാരൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ ആകാൻ ഈ പുതിയ നേതാക്കന്മാർക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ആത്മപരിശോധന നടത്തണം. ഇപ്പോഴത്തെ നേതാക്കന്മാരെ ഇവരെയൊക്കെ പഠിക്കണം. വേറെ ഒന്നും ജോലിയും ചെയ്യണ്ട. ജോണേ, ഈ പഴയ നേതാക്കന്മാരെ, ഈ രാഷ്ട്രീയത്തിൽ വിജയിച്ചവരെ, ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്നവരെ, ജനത്തിന്റെ മനസ്സറിഞ്ഞവരെ, ജനം സ്നേഹിക്കുന്നവരെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പഠിച്ചാൽ മാത്രം ഈ രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ കഴിയും. അതുകൊണ്ട് നയനാരുടെ ആ മരണം നമുക്കതൊരു ദുഃഖം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പോലെ ചിരിക്കാനും സന്തോഷിക്കാനും ഒരു എനർജി ഉണ്ടാക്കാനും ഒക്കെ സാധിച്ച ഒരു മനുഷ്യനെ ഓർത്തുകൊണ്ട് നമുക്ക് നിർത്താം.